Hi everyone, welcome back to Learn Now. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഫസ്റ്റ് പാർട്ടാണ്. സോ ഇതിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് സ്ട്രെയിറ്റ് ലൈൻസ് എന്താണ്, ബേസിക് ഇൻട്രൊഡക്ഷൻ, പിന്നെ അതിൽ വരുന്ന സ്ലോപ്പ് ഓഫ് ദ ലൈൻ, എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുക, പിന്നെ ഇക്വേഷൻ ഓഫ് എ ലൈൻ എങ്ങനെയാണ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ്. അപ്പോൾ നമ്മൾ പല കണ്ടീഷൻസിൽ എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ഓഫ് എ ലൈൻ കണ്ടുപിടിക്കുക, അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us start. First, introduction. The system of coordinating an ordered pair x, y for every point in the plane is called rectangular Cartesian coordinate system. അതായത് ഒരു ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഡേർഡ് പെയറിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം. ഓക്കെ, ഫോർ എവറി പോയിന്റ് ഇൻ ദ പ്ലെയിൻ. സപ്പോസ് എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ നമ്മൾ ബേസിക്കലി എക്സ് വൈ പ്ലെയിൻ ആണ് കൺസിഡർ ചെയ്യാറ്, 2 ഡയമെൻഷണൽ. സോ എക്സ് വൈ പ്ലെയിനിൽ നമ്മൾ ഈ ഓർഡേർഡ് പെയറിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ബേസിക്കലി റെക്ടാങ്കുലർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ അതിന് റെക്ടാങ്കുലർ സിസ്റ്റം എന്നും പറയാറുണ്ട്, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്നും പറയാറുണ്ട്. നെക്സ്റ്റ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? എ പാത്ത് ട്രേസ്ഡ് ബൈ എ പോയിന്റ് ഇൻ എ കോൺസ്റ്റന്റ് ഡയറക്ഷൻ ആൻഡ് എൻഡ്ലെസ്ലി ഇൻ ഇറ്റ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ക്ലിയർ ആയല്ലോ? ഒരു പോയിന്റ് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ, ഒരു ഫിക്സഡ് ഡയറക്ഷനിൽ ട്രേസ് ചെയ്യുന്ന പാത്ത് ആൻഡ് ഓൾസോ എൻഡ്ലെസ്ലി വിതൗട്ട് എനി എൻഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതിനെയാണ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് a x1 y1 and b x2 y2 is given by, suppose a straight line. അതിന്റെ രണ്ട്, ഇപ്പോൾ ഇതിൽ a എന്ന് പറയുന്ന പോയിന്റും b എന്ന് പറയുന്ന പോയിന്റും, ഓക്കെ, ആ രണ്ട് പോയിന്റ്സിനെയും ഇതുപോലെ ഈ രണ്ട് പോയിന്റ്സും ഇടയിലുള്ള ഒരു ലൈൻ, ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ. ഈ രണ്ട് പോയിന്റ്സിന്റെയും ഇടയിലുള്ള ഒരു ഡിസ്റ്റൻസ്, ഓക്കെ, അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന, അത് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് എ ബി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. അതായത് എ എന്ന് പറയുന്ന പോയിന്റ്, ആ എ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് x1, y1. ബി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് x2, y2. അങ്ങനെയാണെങ്കിൽ നമ്മൾ എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ, x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. നെക്സ്റ്റ്, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അതായത് അതിന് യൂസ് ചെയ്യുന്ന ഒരു ജനറൽ ഫോർമുലയാണ് എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. ഓക്കെ, അതിൽ 3 വേർട്ടിസസ് ആണ്. എ എന്ന് പറയുന്നത് x1 y1, b x2 y2 ആൻഡ് c x3 y3. Then its area is given by the formula 1/2 into ബ്രാക്കറ്റിൽ 1/2 കോമൺ ടേം ആണ്, കോൺസ്റ്റന്റ് ഔട്ട്സൈഡ്, into x1 into y2 minus y3 plus x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2. Okay, ഇത്രയും സ്ക്വയർ യൂണിറ്റ്സ് ആണ് ട്രയാങ്കിൾ ഓഫ് ദ ABC, അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ സപ്പോസ് ഈ പറഞ്ഞ 3 പോയിന്റ്സും കൊളീനിയർ ആണെങ്കിൽ, കൊളീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? എ ബി സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ദേ വിൽ ലൈ ഓൺ ദ സെയിം ലൈൻ. ക്ലിയർ ആയോ? എ ബി സി എന്ന് പറയുന്ന 3 പോയിന്റ്സും സെയിം ലൈനിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് അതിനെ കൊളീനിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇൻ ദാറ്റ് കേസ് ആ ഏരിയ എന്തായിരിക്കും? ട്രയാങ്കിൾ ഓഫ് എ ബി സി വിൽ ബി 0. ഓക്കെ, അത് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, സെക്ഷൻ ഫോർമുല. അതായത് ഇപ്പൊ നമ്മൾ ഒരു ലൈൻ സെഗ്മെന്റിനെ ഡിവൈഡ് ചെയ്യുന്ന 3 കേസസ് ആണ് പറയുന്നത്. ഒന്ന് ഇന്റേണൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, ഒന്ന് എക്സ്റ്റേണൽ ആയിട്ടും, പിന്നെ ഒന്ന് കറക്റ്റ്ലി എക്സാക്ട്ലി അറ്റ് ദ മിഡിൽ പോയിന്റ് ഡിവിഷൻ. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് കേസ് ഇന്റേണൽ വൺ. അപ്പൊ നമ്മൾ ബേസിക്കലി ലെറ്റ് എ പോയിന്റ് എം divides a line segment joining the points x1 y1 and x2 y2 in the ratio m:n. അപ്പോൾ നമ്മൾ ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ഓക്കെ, ആ ലൈൻ സെഗ്മെന്റിനെ m എന്ന് പറയുന്ന ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? ജോയിനിങ്, അതായത് 2 പോയിന്റ്സ് ഉണ്ട്, x1 y1 ഉം x2 y2. ആ 2 പോയിന്റ്സിനെയും ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ലൈൻ സെഗ്മെന്റിനെ m എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഡിവൈഡ് ചെയ്യാണ് ഇൻ ദ റേഷ്യോ. ഏത് റേഷ്യോയിലാണ്? m:n. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ആ ഒരു ഡിവിഷൻ ഇന്റേണൽ ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് mx2 plus nx1 by m plus n, my2 plus ny1 divided by m plus n. അപ്പോൾ ഇതാണ് ഇന്റേണൽ ഡിവിഷനിൽ വരുന്നത് നമുക്ക് ആ ഒരു വാല്യൂസ്, കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എക്സ്റ്റേണലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? mx2 minus nx1 divided by m minus n, my2 minus ny1 divided by m minus n. അപ്പോൾ m:n റേഷ്യോയിൽ m ഇന്റേണലി ഡിവൈഡ് ചെയ്താലും എക്സ്റ്റേണലി ഡിവൈഡ് ചെയ്താലും നമുക്ക് കിട്ടിയ ഫോർമുലയാണ്. യൂസ് ചെയ്യേണ്ട ഫോർമുല എങ്ങനെയാണ്?
നെക്സ്റ്റ് കേസിൽ ഞാൻ പറഞ്ഞ പോലെ മിഡ് പോയിന്റ് കറക്റ്റ് എക്സാക്ട്ലി മിഡിൽ പോയിന്റിലാണ് ഇപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന ആ ലൈൻ സെഗ്മെന്റിനെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കോർഡിനേറ്റ് പെയർസ് എന്തായിരിക്കും? x1 plus x2 by 2, y1 plus y2 by 2, എക്സാക്ട്ലി അറ്റ് ദ സെന്റർ അല്ലേ? നെക്സ്റ്റ് സ്ലോപ്പ് ഓഫ് എ ലൈൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഒരു ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക? വാട്ട് ഈസ് ദ സ്ലോപ്പ് എന്ന് പറയുന്നത്? ദ ട്രിഗ്നോമെട്രിക്കൽ ടാൻജന്റ് ഓഫ് ദ ആംഗിൾ ദാറ്റ് എ ലൈൻ മേക്സ് with the positive direction of x-axis in the anti-clockwise sense അല്ലെങ്കിൽ direction. It is called the slope or gradient of the line. അപ്പോൾ സ്ലോപ്പ്, ഒരു ലൈനിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ഗ്രേഡിയന്റ് എന്നുള്ള ടേമും യൂസ് ചെയ്യാറുണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്? ട്രിഗ്നോമെട്രിക്കൽ ടാൻജന്റ് ഓഫ് ദ ആംഗിൾ. ഇപ്പോൾ നോർമലി ബേസിക്കലി നമ്മൾ അതിനെ ടാൻ ഓഫ് ദി ആംഗിൾ, തീറ്റയാണ് നോർമലി ഡിനോട്ട് ചെയ്യുക. ടാൻ ഓഫ് ദ ആംഗിൾ. ഇനി ഈ ആംഗിളിന്റെ പ്രത്യേകത എന്താ? A line makes with the positive direction of x-axis. ഈ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ആണ്. ആ ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ കൺസേൺ ലൈൻ x-axis, പോസിറ്റീവ് x-axis ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. അത് മാത്രമല്ല ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി നമ്മൾ സ്ലോപ്പ് ഓഫ് എ ലൈൻ എം എന്ന് പറയുന്നത് എം ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യണത്. ഓക്കെ, എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. ക്ലിയർ ആയി? അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആയിട്ട് മേക്ക് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നെക്സ്റ്റ്, തീറ്റ ഇസ് ആംഗിൾ ഞാൻ പറഞ്ഞ പോലെ മെയ്ഡ് ബൈ ദ ലൈൻ വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ഇൻ ദി ആന്റി ക്ലോക്ക് വൈസ് സെൻസ്. ഈ തീറ്റ എന്ന് പറയുന്ന വേറൊരു ടേം ആണ് ഇൻക്ലിനേഷൻ. ഓക്കെ, നമ്മുടെ ലൈനിന്റെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? തീറ്റയാണ്. സോ ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ, ഈ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ലൈ ബിറ്റ്വീൻ 0 and 180 degree. ഓക്കെ, ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. സോ മിനിമം 0, മാക്സിമം 180 ആണ് അല്ലേ? സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 180. നെക്സ്റ്റ്, സ്ലോപ്പ് ഓഫ് എ ലൈൻ ഇൻ ഡിഫറെന്റ് കണ്ടീഷൻസ്. ഇപ്പൊ നമ്മൾ സ്ലോപ്പ് എന്താണെന്ന് പറഞ്ഞു, എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ആണെന്ന് പറഞ്ഞു. ഇനി ഓരോ ഡിഫറെന്റ് കേസസിൽ നമുക്ക് സ്ലോപ്പിന്റെ വേരിയേഷൻസ് മനസ്സിലാക്കാം. ഇപ്പൊ ഫസ്റ്റ് കേസ് ഹോറിസോണ്ടൽ ലൈൻ. ഹോറിസോണ്ടൽ ലൈനിന്റെ കേസിൽ എം എന്ന് പറയുന്നത് 0 ആണ്. ക്ലിയർ ആയി? അതായത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിന്റെ ടാൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ എക്സ് ഡയറക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയല്ല, അപ്പോൾ സെയിം ഇതിൽ ഡയറക്ഷനിൽ തന്നെ വരും. സോ എമ്മിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി വെർട്ടിക്കൽ ലൈൻ, വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ. ഇൻ ദാറ്റ് കേസ് എം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ക്ലിയർ ആയല്ലോ? വെർട്ടിക്കൽ ലൈനിന്റെ കേസിൽ സ്ലോപ്പ് ഇസ് നോട്ട് ഡിഫൈൻഡ്. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇഫ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇസ് ഗിവൺ. സപ്പോസ് നമുക്ക് ആ തന്നിരിക്കുന്ന ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? എം ഇസ് ഈക്വൽ ടു മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ. ക്ലിയർ ആയല്ലോ? എക്സിന്റെ കോഎഫിഷ്യന്റ് നെഗറ്റീവ് വാല്യൂ ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ. ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് കോമൺ ആണ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിന്. നെക്സ്റ്റ് വൺ, ഫോർ എ ലൈൻ പാസിംഗ് ത്രൂ x1 y1 ആൻഡ് x2 y2. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഇവിടെ നമ്മൾ പറയുന്നത് x1 y1 x2 y2 രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? അതിൽ നിന്ന് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അതായത് m ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ, ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. The angles theta and phi between the lines L1 and L2 having slopes m1 and m2 respectively are given by. അപ്പോൾ നമ്മൾ രണ്ട് ലൈൻസ് തമ്മിലുള്ള ആംഗിൾ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ let it be theta and phi. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആംഗിൾസ് theta phi എന്ന് പറയുന്നത് എന്താണ്? ലൈൻസ് L1 ഉം L2 ഉം ഓക്കെ മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ആണ്. ഈ L1ന്റെ സ്ലോപ്പ് ആണ് m1, L2ന്റെ സ്ലോപ്പ് ആണ് m2. അങ്ങനെയാണെങ്കിൽ ആ ഒരു ആംഗിളിന്റെ ഫോർമുലയാണ് പറയുന്നത് tan theta is equal to m2 minus m1 by 1 plus m1 m2. ഇതാണ് നമ്മൾ ജനറലി ഡിനോട്ട് ചെയ്യാറ്. ഇനി tan theta is equal to m2 minus m1 by 1 plus m1 m2. അതേപോലെ tan phi is equal to minus of this value. Clear ആയോ? tan phi is equal to minus of m2 minus m1 by 1 plus m1 m2. ഓക്കെ, ഇനി ഫൈയുടെ വാല്യൂ ഇപ്പൊ എന്താ? 180 ഡിഗ്രി മൈനസ് തീറ്റ. ഫൈ തീറ്റ തമ്മിലുള്ള റിലേഷൻ എന്താ? ഫൈ is equal to 180 ഡിഗ്രി മൈനസ് തീറ്റ. ഇനി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പൊ ഈ ഒരു ഡയഗ്രാം ശ്രദ്ധിക്കുക. ഇതിൽ XY പ്ലെയിനിൽ നമ്മൾ രണ്ട് ലൈൻസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, L1 ഉം L2. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആംഗിൾസ് ആണ് തീറ്റ ആൻഡ് ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇഫ് ടാൻ തീറ്റ ഇസ് ഗ്രേറ്റർ ദാൻ 0, ഇപ്പോൾ ടാൻ തീറ്റ ഗ്രേറ്റർ ദാൻ 0 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ തീറ്റ വിൽ ബി acute, ആൻഡ് സപ്പോസ് ഇഫ് ടാൻ ഫൈ ഇസ് ലെസ് ദാൻ 0 then ഫൈ വിൽ ബി obtuse. ക്ലിയർ ആയല്ലോ? tan theta greater than 0 ആണെങ്കിൽ തീറ്റ acute ആയിരിക്കും, tan phi less than 0 ആണെങ്കിൽ phi will be obtuse. Next, if two lines of slopes m1 and m2 are parallel.
അതായത് രണ്ട് ലൈൻസ് ഇപ്പോൾ നമ്മൾ L1 L2 കൺസിഡർ ചെയ്തല്ലോ. അപ്പോൾ ആ രണ്ട് ലൈൻസും പാരലൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എന്തായിരിക്കും? അതായത് ആ ഒരു ഇൻക്ലിനേഷൻ ഉണ്ടാവില്ല അല്ലേ, കാരണം പാരലൽ ആണല്ലോ. സോ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇൻ ദാറ്റ് കേസ് തീറ്റ 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് വാട്ട്? M2 വിൽ ബി ഈക്വൽ ടു M1. ക്ലിയർ ആയല്ലോ? അപ്പോൾ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവരുടെ ആ ഒരു ഇൻക്ലിനേഷൻ തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സ്ലോപ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. If two lines of slopes M1 and M2 are perpendicular, next case പറയുന്നത് perpendicular case ആണ്. In that case theta എന്തായിരിക്കും? 90 ആയിരിക്കും അല്ലെ. perpendicular എന്ന് പറയുമ്പോൾ ഇപ്പോൾ പാരലലിന്റെ കേസിൽ എന്താ? inclination 0 ആണ്, കാരണം രണ്ടും നമ്മൾ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. So theta will be 0. M1 is equal to M2 നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ കേസ് ആണ്. പെർപെൻഡിക്കുലർ കേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻക്ലിനേഷൻ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ അപ്പോൾ വാല്യൂ എന്തായിരിക്കും? M1 M2 തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കും? M1 into M2 is equal to -1. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പാരലൽ ലൈൻസിന്റെ കേസിൽ M1 will be equal to M2. Slope of the lines will be equal. In the case if the lines are perpendicular, then product of their slopes will be -1, -1. Okay, M1 into M2 is equal to -1. Any 3 points A, B and C are collinear. അതായത് will be collinear if and only if slope of AB will be equal to slope of BC. അതായത് A, B, C എന്ന് പറയുന്ന പോയിന്റ്സ് കൊളീനിയർ ആവുന്നത് എപ്പോഴാണ്? സ്ലോപ്പ് ഓഫ് എ ബിയും സ്ലോപ്പ് ഓഫ് ബി സിയും ഈക്വൽ ആയിരിക്കുമ്പോൾ മാത്രം. ക്ലിയർ ആയല്ലോ? എ ബി സി 3 പോയിന്റ്സും കൊളീനിയർ ആവണമെങ്കിൽ സ്ലോപ്പ് ഓഫ് എ ബിയും സ്ലോപ്പ് ഓഫ് ബി സിയും സെയിം ആയിരിക്കണം. ഇനി വേരിയസ് ഫോംസ് ഓഫ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. നമ്മൾ ഇക്വേഷൻ ഓഫ് ലൈൻ, ഒരു ലൈനിന്റെ ഇക്വേഷന്റെ വേരിയസ് ഫോംസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First case, the equation of a line on x-axis എന്ന് പറയുന്നത് എന്തായിരിക്കും? y is equal to 0. x-axisൽ ഒരു ലൈനിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ എന്താ? y ഇന്റർസെപ്റ്റ് ഇല്ല. സോ yയുടെ കോർഡിനേറ്റ് ഇല്ല, y equal to 0. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് കേസ് കൺസിഡർ ചെയ്യാം. ഇക്വേഷൻ ഓഫ് എ ലൈൻ ഓൺ y axis. y ആക്സിസിന്റെ കേസിൽ അപ്പോൾ x-ന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ് ഹോറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ്. horizontal and vertical lines in the case equation എന്ന് പറയുന്നത് the equation of a horizontal line at a distance a from the x-axis either y is equal to a or y is equal to minus a. Clear ആയിട്ടോ? അപ്പോൾ equation of a line എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു particular distance a എന്ന് പറയുന്ന ഒരു particular distanceലാണ് from x-axis ആ ലൈൻ ഉള്ളത് എങ്കിൽ y എന്ന് പറയുന്നത് എന്തായിരിക്കും? y will be either a അല്ലെങ്കിൽ y will be minus a, negative a. The equation of a vertical line at a distance b from y-axis എന്തായിരിക്കും? ജസ്റ്റ് ഓപ്പോസിറ്റ് കേസ്, അതായത് x equal to b അല്ലെങ്കിൽ x equal to negative അല്ലെങ്കിൽ minus b. ഓക്കെ, പോയിന്റ് സ്ലോപ്പ് ഫോം അതാണ് നെക്സ്റ്റ് ഫോം എന്ന് പറയുന്നത്. The equation of a line passing through the point x1 y1 and having slope m is given by y minus y1 is equal to m into x minus x1. അപ്പോൾ ഒരു ലൈൻ ഒരു പർട്ടിക്കുലർ പോയിന്റ് x1 y1 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ ലൈനിന്റെ സ്ലോപ്പ് m ആണെങ്കിൽ ദെൻ അതിന്റെ ഇക്വേഷൻ ആണ് y minus y1 is equal to m into x minus x1. m എന്ന് പറയുന്നത് അതിന്റെ സ്ലോപ്പ് ആണ്. x1 y1 എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് ആ ലൈൻ പാസ് ചെയ്യുന്നത്. നെക്സ്റ്റ് 2 പോയിന്റ് ഫോം. 2 point form എന്ന് പറയുന്നത് the equation of a line passing through the 2 points. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, രണ്ട് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ. x1 y1 x2 y2 രണ്ട് പോയിന്റ്സ്. ആ രണ്ട് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? y minus y1 is equal to y2 minus y1 by x2 minus x1 into x minus x1. ക്ലിയർ ആയല്ലോ? y minus y1 is equal to y2 minus y1 by x2 minus x1 into x minus x1. Next, slope intercept form. Slope intercept form എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the equation of a line having slope m and making an intercept c on y-axis is given by. അതായത് ഒരു ലൈൻ, ആ ലൈനിന്റെ സ്ലോപ്പ് m ആണ്, it is making an intercept y എന്ന് പറയുന്ന ആക്സിസ്, y ആക്സിസിൽ അതിനൊരു intercept c ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ ആണ് y is equal to m into x plus c. y is equal to mx plus c. ക്ലിയർ ആയല്ലോ? ഈ c എന്ന് പറയുന്നത് എന്താണ്? ഇന്റർസെപ്റ്റ് ഓൺ y ആക്സിസ് ആണ്. നെക്സ്റ്റ് കേസ്, ഇപ്പൊ ഇതിന്റെ ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് കേസ് എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു ലൈൻ ഹാവിംഗ് സ്ലോപ്പ് m മേക്കിംഗ് ആൻ ഇന്റർസെപ്റ്റ് b ഓൺ x ആക്സിസ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് c എന്ന് പറയുന്ന ഇന്റർസെപ്റ്റ് y ആക്സിസിലാണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് y is equal to mx plus c. ഇനി നമ്മൾ പറയാൻ പോകുന്ന കേസ് ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് x ആക്സിസിൽ ഒരു ഇന്റർസെപ്റ്റ് ഉണ്ട് d. അങ്ങനെയാണെങ്കിൽ y, ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് y is equal to m into x minus d ആണ്. അതായത് mx minus md, that is y is equal to m into x minus d.
നെക്സ്റ്റ് കേസ്, ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഹാവിംഗ് സ്ലോപ്പ് m പാസിംഗ് ത്രൂ ഒറിജിൻ എന്തായിരിക്കും? y is equal to mx ആയിരിക്കും. c യുടെ വാല്യൂ അവിടെ 0 ആയിരിക്കും. ഒരു ലൈൻ ഒറിജിനിലൂടെ പാസ് ചെയ്യുമ്പോൾ മീൻസ് ആ ലൈനിന്റെ സ്ലോപ്പ് m ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താ വരിക? y is equal to mx. c യുടെ വാല്യൂ 0 ആയിരിക്കും. ഈ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത്, ഇഫ് ദ ലൈൻ ഇസ് പാരലൽ ടു എക്സ് ആക്സിസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് പാരലൽ കേസ് ആണെങ്കിൽ എം സ്ലോപ്പ് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും? ഇപ്പോൾ y is equal to mx plus c യിൽ m എന്ന് പറയുന്നത് 0 ആയി പോകും. സോ y യുടെ വാല്യൂ എന്തായിരിക്കും? c ആയിരിക്കും. ക്ലിയർ ആയി? സോ ഇഫ് ലൈൻ ഇസ് പാരലൽ ടു എക്സ് ആക്സിസ് ദെൻ m equal to 0 നമുക്കറിയാം. സോ y is equal to c. നെക്സ്റ്റ് കേസ്, ഇന്റർസെപ്റ്റ് ഫോം. അതായത് ഒരു ലൈൻ, അതായത് നമുക്കിപ്പോൾ എക്സും വൈയും രണ്ട് ആക്സിസ് ഉണ്ടല്ലോ, ആ ലൈൻ എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും എയും ബിയും എന്ന് പറയുന്ന ഇന്റർസെപ്റ്റ്സിൽ കട്ട് ചെയ്യുന്നുണ്ട് വിചാരിക്കാം. ഓക്കെ, ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ വിച്ച് കട്ട്സ് ഓഫ് ഇന്റർസെപ്റ്റ്സ് എ ആൻഡ് ബി ഓൺ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. അതായത് എക്സിൽ എ എന്ന് പറയുന്നതിലും വൈ ആക്സിസിൽ ബി എന്ന് പറയുന്ന പോയിന്റിലും ഇന്റർസെപ്റ്റ്സ് ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബൈ എ, അപ്പൊ എക്സിന് കറസ്പോണ്ടിങ് എ പ്ലസ് വൈ ബൈ ബി, വൈയുടെ കറസ്പോണ്ടിങ് ഇന്റർസെപ്റ്റ് ബി. അപ്പൊ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു 1. ഇതാണ് ഇക്വേഷൻ വരിക. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി, രണ്ട് കേസിലും ഇന്റർസെപ്റ്റ്സ് ഉണ്ട്, എക്സിൽ എയും വൈയിൽ ബിയും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്താ? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് കേസ്, നോർമൽ ഫോം. The equation of the straight line for which the length of the perpendicular from the origin is p. അതായത് ഇനി ഒരു സ്ട്രേറ്റ് ലൈനിന്റെ കോൺസെപ്റ്റ് എടുക്കുകയാണ്, അതിന്റെ ലെങ്ത്, അതായത് ഒറിജിനിൽ നിന്ന് ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്താണ്? p ആണ്. And the angle made by this perpendicular with positive x axis. അതായത് ഈ പറഞ്ഞ പെർപെൻഡിക്കുലർ പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ ആണെങ്കിൽ, അങ്ങനെ ഒരു ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ മെൻഷൻ ചെയ്യാം? എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു പി. ഇങ്ങനെയാണ് ഇക്വേഷൻ കണ്ടുപിടിക്കുക. എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു പി. പി എന്ന് പറയുന്നത് എന്താ? ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ ഒറിജിൻ ആണ്. ആൽഫ എന്ന് പറയുന്നത് എന്താ? ഈ പെർപെൻഡിക്കുലർ പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. ഓക്കെ, താങ്ക് യു.